ഗുണമേന്മാ വിദ്യാഭ്യാസം എന്നതാണല്ലോ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുദ്രാവാക്യം. സമൂഹത്തിലെ പാർശ്വവൽകൃത വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ മികവിന് ഈ അധ്യയന വർഷം നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് വിവരിക്കാമോ? സർ, എല്ലാവർക്കും ഗുണമേന്മ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ഉള്ളത്. അതിനുവേണ്ടിയുള്ള സജീവമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരെയും ചേർത്ത് നിർത്തി അവർക്കാവശ്യമായ പിന്തുണ നൽകി ഗുണമേന്മ വിദ്യാഭ്യാസം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സർ, ട്രൈബൽ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വ്യത്യസ്തമായ നിരവധി പദ്ധതികൾ സർക്കാർ SSKയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരികയാണ്. സർ, ഇടമലക്കുടി, നിലമ്പൂർ, പാലക്കാട്, മലക്കപ്പാറ തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പഠിപ്പുറസി എന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സർ, മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഗോത്രയാനം പദ്ധതിയും കുട്ടികളുടെ കലാവാസന പ്രോത്സാഹിപ്പിക്കുന്നതിന് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുമായി സഹകരിച്ചുകൊണ്ട് കലാപരിശീലനവും ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷം ഏപ്രിൽ മാസത്തിൽ 35 വിദ്യാർത്ഥികളുടെ പരിശീലനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. സർ, നിലമ്പൂർ അപ്ലൈഡ് ഡ്രാമയിൽ പരിശീലനം നൽകിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികളുടെ മക്കൾക്കായി സ്പെഷ്യൽ ട്രെയിനിങ് സെൻറ്റർ വഴിയും പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. സർ, വിദ്യാഭ്യാസ മേഖലയിൽ ട്രൈബൽ കുട്ടികൾക്കായി സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയും ഈ വർഷം തന്നെ ആരംഭിക്കും. എല്ലാ കുട്ടികളും സ്കൂളിൽ ചേരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, SSLC ഹയർ സെക്കൻഡറി മേഖലയിൽ മികച്ച വിജയം നേടാൻ കുട്ടികളെ സഹായിക്കുക, കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നീ പ്രധാന ലക്ഷ്യങ്ങളാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പട്ടികജാതി, ആരോഗ്യ, തദ്ദേശ സ്വയംഭരണ, കായിക, സാംസ്കാരിക, വനം എന്നീ വകുപ്പുകൾ സഹകരിച്ചാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്.